വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മെ എല്ലാവരെയും വളരെ സ്നേഹിക്കുകയും കരുതുകയും അതുപോലെ തന്നെ നാം സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിനന്ദനായ തേവദോസോസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയരെ, ഒരിക്കൽ കൂടി പരിശുദ്ധമായ പരമല പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കതിന്മണ്ണം ദൈവം തമ്പുരാൻ നമ്മെ അനുവദിച്ച കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധിയും അതുപോലെ തന്നെ ദൈവീക കൃപകളും ഇവിടുത്തെ വിശുദ്ധ കബറിടത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതാവോളം കോരിയെടുത്ത് ജീവിത വിശുദ്ധിയിലേക്ക് വരുവാൻ തക്കതിന്മണ്ണം ഈ വർഷവും നമുക്കൊക്കെയും ഇവിടെ വരുവാൻ തക്കതിന്മണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കിയ കൃപയെ ഓർത്ത് ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് പരിശുദ്ധ പരമല തിരുമേനിയുടെ കബറിടത്തിലൊക്കെയും വരുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷം അപ്രകാരമാണ്. ഉയരത്തിൽ നിന്നും ദൈവീയ കൃപകൾ ഈ കബറിടത്തിലേക്ക് ഒഴുകി നിറഞ്ഞ് ഇവിടെയെല്ലാം കവിയുകയാണ്. വിശ്വാസികൾക്ക് അതാവോളം കോരിയെടുത്ത് ജീവിത വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ തക്കതിന്മണ്ണം ഈ വർഷത്തെ പെരുന്നാളിലൂടെ ദൈവം നമ്മെ സംഗതിയാക്കട്ടെ. പരിശുദ്ധൻ്റെ മാധ്യസ്ഥം അതിന് നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള അനേക ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഖബറിലേക്ക് ഒഴുകുകയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപകളും പരിശുദ്ധ പരമല തിരുമേനിയുടെ മാധ്യസ്ഥവും കാവലും കോട്ടയുമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെരുന്നാളിലേക്ക് നമ്മെ എല്ലാവരെയും ഒരുക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നഹൂം പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. വിശുദ്ധ പെരുന്നാളുകൾ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചന കേൾവിയും അതിലൂടെയുള്ള ഒരുക്കവും വളരെ വളരെ അനുഗ്രഹപ്രദമാണ്. ദൈവത്തിൻ്റെ വചന കേൾവിയിലൂടെ ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പെരിയ നാളുകൾ ആയിത്തീരുവാൻ തക്കവണ്ണം ഈ വർഷത്തെ പെരുന്നാൾ മുഖാന്തരമാകട്ടെ. ആയതിന് ഈ വാക്യത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. സംഹാരകൻ ഇതാ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ഈ പരിശുദ്ധവാക്യം ഒരു നല്ല ഒരുക്കം ലഭിക്കുവാനായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആത്മാവും ഒരുപോലെ ദൈവത്തിങ്കൽ ആയിരുന്നു കൊണ്ട് ഈ വാക്യത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കുവാൻ കർത്താവ് നമ്മെ സംഗതിയാക്കട്ടെ. നഹൂം പ്രവചനം വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണെന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ പലപ്പോഴും നിർഭാഗ്യവശാൽ ഈ വേദഭാഗം സാധാരണ ഭവനങ്ങളിലും മറ്റുള്ളിടങ്ങളിലും വായിച്ച് കേൾക്കാറില്ല. കേവലം 3 അധ്യായമേ ഉള്ളുവെങ്കിലും വളരെയധികം അർത്ഥസമ്പുഷ്ടമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ആധുനിക തലമുറ എല്ലാ ദിവസവും വായിച്ച് ധ്യാനിക്കേണ്ടുന്നതായ ഒരു വേദഭാഗമാണ് നഹൂം പ്രവചനം. നിനിവേയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വേദഭാഗമുണ്ട്. അത് യോനായുടെ പുസ്തകമാണ്. എന്നാൽ നിനിവേയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വായിക്കേണ്ടുന്ന വേദഭാഗം തീർച്ചയായിട്ടും നഹൂമിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്, നിനിവേയെക്കുറിച്ചുള്ള പ്രവചനം. യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ യോനായുടെ ആ സംഭവമാണ് അതിൽ കൂടുതലായിട്ട് വിവരിക്കുന്നത്. യോനായുടെ അനുസരണക്കേടും അതിനുശേഷമുള്ള കാര്യങ്ങളുമൊക്കെയാണ് യോനായുടെ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കാറുള്ളത്. പക്ഷേ നിനിവേയെക്കുറിച്ചുള്ള പ്രവചനം ആണ് നഹൂം പ്രവചനമെങ്കിലും ഇന്നത്തെ എന്നോടും നാം ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്ന വചനമായിട്ട്, പ്രവചനമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടുന്നതാണ്. വളരെ ശക്തിയുള്ള ഒരു പ്രവചനവാക്യമാണ് നഹൂം പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സംഹാരകൻ ഇതാ നിനക്കെതിരെ കയറി വരുന്നു.
കേൾക്കുമ്പോൾ സ്വല്പം ഭയം തോന്നാമെങ്കിലും അതിൻ്റെ ആന്തരികമായ പൊരുളിലേക്ക് തിരിയുമ്പോൾ നമ്മെ വലിയ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും തിരിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ അതിമനോഹരമായ ഒരു വാക്യമാണ് ഈ 1-ാം വാക്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഹാരകൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഭീതി ഉളവാക്കുന്ന ഒരനുഭവമാണ്. പ്രത്യേകിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന സംഹാരതാണ്ഡവവും അതുപോലെ തന്നെ അല്ലാതെയുള്ള സംഹാരകനെക്കുറിച്ചൊക്കെയും കേൾക്കുമ്പോൾ മലയാളത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാചകമായിട്ട് തോന്നാമെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നഹൂം പ്രവാചകൻ പറയുന്ന ആശയത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി നമ്മെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം വളരെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വാക്യമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആശയം പല വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാമെങ്കിൽ തന്നെയും ഒന്നാമത്തെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് സംഹാരകൻ എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ ദൂതൻ ഇതാ നിനക്കെതിരെ കയറി വരുന്നു, മരണദൂതൻ നിനക്കെതിരെ കയറി വരുന്നു. സ്വല്പം ഭയമുളവാക്കും എങ്കിൽ തന്നെയും ഇത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. മരണത്തെക്കുറിച്ചുള്ള പ്രസംഗം സാധാരണ കൺവെൻഷൻ യോഗങ്ങളിലോ അതുപോലെ തന്നെ ധ്യാന യോഗങ്ങളിലോ കേൾക്കാറില്ല. മരണത്തെക്കുറിച്ചുള്ള പ്രസംഗം ഇപ്പോൾ ശവസംസ്കാരം നടക്കുമ്പോൾ അവിടെയുള്ള ലഘു പ്രസംഗങ്ങളായിട്ട് മാറിപ്പോകുന്നു. എന്നാൽ പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മ പ്രേരിതമായി ആരാധനകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പിതാക്കന്മാർ, നമ്മുടെ പാമ്പാക്കുട പുസ്തകത്തിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസി എപ്പോഴും 4 കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ഒന്ന്, അവൻ്റെ മരണത്തെക്കുറിച്ച് അവൻ ഓർക്കണം. രണ്ടാമതായിട്ട് ന്യായവിധിയെക്കുറിച്ച് അവൻ ഓർക്കണം. മൂന്നാമതായിട്ട് സ്വർഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ നാലാമതായി നരകത്തെക്കുറിച്ചും അവൻ ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരു വിശ്വാസി എപ്പോഴും ഈ 4 കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഓർക്കുന്നത് സന്തോഷമാണ്. കാരണം സ്വർഗീയ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ഓർക്കുവാനും നമുക്ക് മനസ്സില്ല. കാരണം മരിക്കുവാൻ നമുക്ക് പേടിയാണ്, അത് കേൾക്കുന്നതും പേടിയാണ്. ഇന്ന് തുമ്പമൺ പള്ളിയിലും പരിശുദ്ധ പരമര തിരുമേനിയുടെ പെരുന്നാൾ വളരെ വളരെ ഭയഭക്തിയോടുകൂടി കൊണ്ടാടുകയാണ്. ഇന്ന് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ധ്യാനം രാവിലെ ഉണ്ടായിരുന്നു. അതിലും ഈ വേദഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് കോട്ട് ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെയും പേടിച്ചിരിക്കുന്നത് കണ്ടു മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും മരണത്തെ പേടിയാണ്. എന്നാൽ ഇതൊരു സത്യവുമാണ്. ജനിച്ച നമ്മളെല്ലാവരും ഒരിക്കൽ മരിച്ചേ മതിയാകൂ. പിതാക്കന്മാർ അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ഒരു വിശ്വാസി എപ്പോഴും ധ്യാനത്തിലായിരിക്കണം, അതെപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. എന്തിനെന്ന് വെച്ചാൽ ഈ 4 കാര്യങ്ങളും ഒരു മനുഷ്യൻ ദൈവികനാകുവാൻ തക്കതന്മണ്ണം പരമപ്രധാനമായിട്ടുള്ള വസ്തുതകളാണ്. ഇതൊക്കെയും നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ചാൽ ഒത്തിരി ഒത്തിരി പാപങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തക്കതന്മണ്ണം എത്ര വലിയവനാണെങ്കിലും എത്ര നമ്മൾ സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവർ കാണുന്നെങ്കിലും സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒത്തിരി അനുതാപത്തിലേക്ക് വരുവാനും അതുപോലെ ദൈവികരാകുവാനും ഈ 4 കാര്യങ്ങൾ നമ്മെ ഇടയാക്കുമെന്നതും ഇത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. നാമും ഒരിക്കൽ മരിച്ചു അടക്കപ്പെടും, ഒരു പെട്ടിയിലാക്കപ്പെടും, ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വരും, അവിടെ നിന്ന് സെമിത്തേരിയിൽ കൊണ്ടുപോയി കബറടക്കുമെന്നൊക്കെയും നമ്മൾ ഓർക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളല്ലോ എന്നൊരു ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിനപ്പുറമായി നിത്യജീവനെ കാക്ഷിക്കുവാൻ തക്കതിന്മണ്ണം നിത്യജീവനിലേക്കുള്ള പ്രയാണമായി ജീവിതത്തെ മാറ്റുവാനും ഒരു പാപബോധമുണ്ടാകുവാനും ഒരു മാനസാന്തരമുണ്ടാകുവാനും നമുക്കിടയാകും. അതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ സംഹാരകൻ ഇതാ നിനക്കെതിരെ കയറി വരുന്നു എന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതവും നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങളുമൊക്കെയും അതൊക്കെയും വൃഥാവാണ്. അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും സെമിത്തേരി വരെ മാത്രമേ നമ്മളെ പിന്തുടരുകയുള്ളൂ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഇത് വരികയില്ലല്ലോ എന്ന് ചിന്തിക്കുവാനും തീർച്ചയായിട്ടും നമുക്കിടയാകും. അടുത്ത കാലത്തെ പേപ്പറിൽ വായിക്കുകയുണ്ടായി, ശവസംസ്കാരത്തിനുള്ള പെട്ടി തയ്യാറാക്കുന്നതിന്
ചൈനയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ശവപ്പെട്ടികൾ ഇറക്കുമതി ചെയ്യുന്നു, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളത്. ഞാനിപ്പോൾ തുമ്പമണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു നല്ല കട കണ്ടു, നല്ല കളർഫുള്ളായിട്ടൊരു കട. അതിൻ്റെ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു സ്വർഗപ്പെട്ടി എന്നെഴുതി വെച്ചിരിക്കുന്നു. ശവപ്പെട്ടി എന്നുള്ള പേര് മാറ്റിയിട്ട് സ്വർഗപ്പെട്ടി, അടുത്ത സ്ഥലത്ത് തന്നെയാണ്. അതിൽ വെച്ചിരിക്കുന്ന ശവപ്പെട്ടികളും കണ്ടാൽ ഒത്തിരി വിലയുള്ള, ഒത്തിരി തുറക്കുമ്പോഴൊക്കെ മണം വരുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതെത്രമാത്രം നമ്മൾ സമ്പാദിച്ചാലും എത്ര വലിയ ശവപ്പെട്ടിയിൽ അടക്കിയാലും അത് കുഴി വരെ ചെല്ലുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. അവിടെയാണ് പരിശുദ്ധ പരുമലത്തിരുമേനിയുടെ ജീവിതമൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നാം എങ്ങോട്ട്? അതാണ് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മോട് ചോദിക്കേണ്ടുന്നതായ ഒരു ചോദ്യം. പരിശുദ്ധനായ പരുമലത്തിരുമേനിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മരണത്തെ നോക്കി പാർത്തിരുന്ന, മരണത്തിന് വേണ്ടി കാംക്ഷിച്ചിരുന്ന, ഒരുങ്ങിയിരുന്ന ഒരു ജീവിതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സമയം എത്രയായി എന്നൊക്കെയും ചോദിക്കുമ്പോൾ അതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനപ്പുറം നമ്മുടെ ജീവിതം എന്ത് എന്നൊരു ചോദ്യം ഈ വാക്യം നമ്മെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധനായ പരുമലത്തിരുമേനിക്കും വിശുദ്ധന്മാർക്കും പറയുവാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇതിനപ്പുറത്തെ നിത്യജീവനിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു, നിങ്ങളും അതുപോലെ ഞങ്ങളെ പിന്തുടരുവീൻ എന്നൊരാശയമാണല്ലോ ഈ പെരുന്നാൾ നമുക്ക് തരുന്നത്. പെരുന്നാളിൽ ഈ വിശുദ്ധ കബറിങ്കൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കട്ടെ. പരിശുദ്ധ പരുമലത്തിരുമേനി അവിടുന്ന് ജീവിച്ചതുപോലെ, അവിടുന്ന് ഇന്ന് സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ, അവിടുന്ന് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾക്കുമായി തീരുവാൻ തക്കതന്മണ്ണം ഇടയാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കട്ടെ. ജീവിത വിശുദ്ധിയിലേക്കുള്ളൊരു പ്രാർത്ഥനയായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും കുഞ്ഞുങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പരമപ്രധാനമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വിഷയം ഇതായി തീരട്ടെ. തിരുമേനി, പരിശുദ്ധ തിരുമേനി അവിടുന്ന് ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിച്ച് മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്കാകുവാൻ തക്കതിനുമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. അതിന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. മോശയുടെ മരണത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ. മോശ മരിച്ചു അടക്കപ്പെട്ടു, ദൈവം അദ്ദേഹത്തെ കബറടക്കി, ദൈവത്തിൻ്റെ ദൂതന്മാർ അദ്ദേഹത്തെ കബറടക്കി. അതുകൊണ്ട് മോശയുടെ ശവക്കുഴി ഇന്ന് വരെയും ആരും കണ്ടിട്ടില്ല, കാണുകയുമില്ല എന്നുള്ളതൊരു സത്യമാണ്. നേബോ പർവ്വതത്തിൽ ഇന്നും അത് കുഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും കണ്ടുകിട്ടാൻ സാധിക്കാത്ത വേദപുസ്തക സത്യത്തിന് വേണ്ടി കുഴിക്കുന്നവരും എക്സ്കവേറ്റ് ചെയ്യുന്നവരും ഇന്നുണ്ടെന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മോശയുടെ ശവക്കുഴി ഇന്ന് വരെയും ആരും കണ്ടിട്ടില്ല. അതിനുശേഷം മോശയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന വേറൊരു വേദഭാഗം യൂദായുടെ പുസ്തകം 9-ാം വാക്യമാണ്. യൂദായുടെ പുസ്തകം ഒരു അധ്യായം മാത്രമേ ഉള്ളല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കാണുന്നു: മോശ മരിച്ചു. ആ സമയത്ത് 2 ഗ്രൂപ്പ് അവിടെ വന്ന് വീഴുകയാണ്. ഒന്ന് മീഖായേലിൻ്റെ നേതൃത്വത്തിലും ഒന്ന് സാത്താൻ. മീഖായേലും സാത്താനും തമ്മിൽ മോശ എങ്ങോട്ട് മാറ്റപ്പെടണം എന്ന് വാദിക്കുകയാണ്. ഭവനത്തിൽ പോയി എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം, വളരെ മനോഹരമാണ്. അങ്ങനെ വാദിച്ചു മോശയുടെ ഓരോ പാപത്തെക്കുറിച്ചും ഉഗ്രകോപത്തെക്കുറിച്ചും സാത്താൻ തർക്കിച്ചങ്ങോട്ട് വാദിക്കുകയാണ്. മീഖായേൽ ആ സമയത്ത് മോശയുടെ വിശുദ്ധി ഓരോന്നോരോന്നായി പട്ടിക അങ്ങ് നിരത്തിയിട്ട് മോശയെ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ 10 മടങ്ങ് ശക്തിയോടെ പിശാച് മോശയുടെ പാപത്തെക്കുറിച്ച് വാദിച്ച് പിശാചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുവാൻ അവിടെ ഒരുങ്ങുകയാണ്. അവസാനം തർക്കിച്ച് വെയിറ്റ് വിശുദ്ധിയുടെ ഭാരം മോശയുടെ ഭാഗത്ത് കൂടി അവിടെ സാത്താനെ ഫലിച്ച് മീഖായേൽ ഓടിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് യൂദായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. ഇതാണ് വിശുദ്ധന്മാരുടെ മരണം നമ്മെ ഓർപ്പിക്കുന്നത്. ഇതാണ് പരിശുദ്ധ പരുമലത്തിരുമേനിയുടെ കാലം വാങ്ങിപ്പോക്ക് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സംഹാരകൻ നിനക്കെതിരെ ഒരു ദിവസം കയറി വരും. ആ സമയത്ത് മാലാഖമാരും പിശാചും കടന്നു വരുമ്പോൾ നീ ഏത് ഭാഗത്തേക്ക് മാറ്റപ്പെടുമെന്നൊരു സ്വയപരിശോധന ഈ പെരുന്നാളിൽ എടുക്കുമെങ്കിൽ ഈ പെരുന്നാൾ ഒരു വലിയ ദിവസമായി, വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറും. അതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകളും നമ്മുടെ എല്ലാ കുദാശകളും എല്ലാം അതിന് ഉതകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്രകാരം ഈ വാക്യത്തെ നമുക്ക് നമ്മിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മിൽ ഇത് വളരുവാൻ തക്കതിന് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ തക്കവണ്ണം ഉതകുമാറാകട്ടെ എന്ന് ഒന്നാമത്തെ ആശയം പ്രത്യേകമായിട്ട് നമ്മോട് ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആശയം വേറൊരു വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ന് സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. നമ്മുടെ സത്യവിശ്വാസത്തെ പരിപൂർണമായി നശിപ്പിക്കത്തക്കതിന് ഒരു സംഹാര താണ്ഡവമില്ലേ നമുക്ക് ചുറ്റും? സെക്ടേറിയൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അല്ല എങ്കിൽ മറ്റ് പലതരത്തിലും സാത്താൻ്റെ സഭകൾ പോലും ഇന്ന് ലോകത്തിൽ കൂണുകൾ പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് നിനക്കെതിരെയാണെന്ന് മനസ്സിലാക്കുവാൻ എന്തേ നമ്മൾ താമസിക്കുന്നു? അനേകായിരം ആളുകൾ അതിൻ്റെ പിന്നാലെയും പോകുകയാണ്. പ്രിയമുള്ളവർ, ഇതൊരു സംഹാരകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന സംഹാരകന്മാർ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ, നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ ഏൽപ്പിച്ച സത്യവിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കതിന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അത് നിനക്കെതിരെയാണ് കയറി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പുതിയ പുതിയ സെക്ടേറിയൻ സഭകളുടെ ആരാധനകളും അവരുടെ പഠിപ്പിക്കലുകളും കേൾക്കുമ്പോൾ ഇത് സംഹാരകനാണെന്ന് തന്നെ മുദ്ര കുത്തേണ്ടതായിട്ട് വരികയാണ്. അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിൻ്റെ CD കേൾക്കുവാനിടയായപ്പോൾ അവിടെ പറയുന്നത് കേട്ടു, പാപമൊന്നുമില്ല ലോകത്തിൽ, പാവി എന്ന് നീ പറയുവാൻ പാടില്ല. ആരെങ്കിലും അച്ഛന്മാരോ ആരെങ്കിലും പാവി എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണ്. അതിൻ്റെ CD എൻ്റെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെയും പറയുന്നു, ബലി കഴിക്കേണ്ട ആവശ്യമില്ല, ഞായറാഴ്ച ഒരു പള്ളിയിലും നിങ്ങൾ പോകരുത്. ഇവിടുത്തെ പേര് കേട്ട ഒരു ഉപദേശി പ്രസംഗിച്ചതാണ്. ഇതൊരു സംഹാരകനാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ടതാണ്. വേറെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ മാത്രമാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ പോരാടുവാൻ നമുക്കിടയാകണം. എന്തേ സഭ താമസിക്കുന്നു എന്ന് പലപ്പോഴും തോന്നുകയാണ്. സത്യവിശ്വാസത്തിൻ്റെ ഭടന്മാരല്ലേ നാം എല്ലാവരും? പരിശുദ്ധ പരമല തിരുമേനി പോലെയുള്ള വിശുദ്ധന്മാർ നമ്മെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസം അത് അണുവിട പതറാതെ അത് തലമുറകൾക്ക് കൈമാറുവാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഈ സംഹാരകന്മാരെ തുടച്ചു നീക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മൾ സ്വയപരിശോധന നടത്തേണ്ടതാണ്. വിശ്വാസങ്ങൾ സഭയിലുടനീളം പഠിപ്പിക്കുവാനും അതിലൂടെ സഭയിൽ ഉറച്ചു നിൽക്കുവാൻ തക്കതിന് വിശ്വാസികളെ പരിപോഷിപ്പിക്കുവാനും സഭ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന സമയം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. ഈ പെരുന്നാൾ അതിനൊരു ആഹ്വാനമായി തീരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചിരിക്കുന്ന മാതൃകകളും പാരമ്പര്യങ്ങളും നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും എല്ലാം ഇന്ന് എവിടെ പോയി? നമ്മുടെ സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ സംസ്കാരം, ആർഷഭാരത സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവർ ഇന്ന് ഏതോ സംസ്കാരത്തിന് അടിമപ്പെട്ടു പോകുകയാണ്. അതുപോലെ നമ്മുടെ വേഷം ഒരു നസ്രാണിയുടെ വേഷമാണോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ധരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ വളരെ നോക്കുവാൻ പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള വേഷവിധാനത്തിലേക്ക് പോകുമ്പോൾ ഇതേതോ ഒരു സംഹാരകൻ സഭയിൽ കയറുന്നല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ കയറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വേഷവിധാനങ്ങൾ എല്ലാ തലത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. പള്ളികളിൽ പോലും അത് നമ്മൾ ഒക്കെയും നിസ്സാരമെന്ന് തോന്നിയാൽ പോലും ചിന്തിക്കേണ്ടുന്നതാണ്. നമ്മുടെ ഭാഷയുടെ സ്റ്റൈലൊക്കെയും മാറിപ്പോയിട്ടില്ലേ? നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറിപ്പോയിട്ടില്ലേ? ഇതെല്ലാം ഏതോ ഒരു സംഹാരകൻ കയറി പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും എന്തുകൊണ്ട് നമ്മളിത് സ്വീകരിക്കുന്നു? ഇവിടെ നഹൂം പ്രവാചകൻ ചോദിക്കുകയാണ്, ഇത് നിനക്കെതിരെയല്ലേ കയറി വരുന്നത്? ഇത് ചിന്തിക്കുവാൻ തക്കതിന് കർത്താവ് നമ്മെ സംഗതിയാക്കി തീർക്കട്ടെ. പരിശുദ്ധ പരമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പിതാക്കന്മാർ കാട്ടിത്തന്ന സംസ്കാരവും ആരാധനകളും വിശ്വാസവും വേഷവും ഭാഷയും എല്ലാം തന്നെ അത് കാത്തു പരിപാലിച്ചുകൊണ്ട് അവസാനം വരെയും നിന്നു എന്നുള്ളതാണല്ലോ തിരുമേനിയെക്കുറിച്ച് നമുക്ക് ഓർക്കുവാനായിട്ട് ഉള്ളത്. രണ്ടാശയമാണ് സംഹാരകൻ എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, മരണത്തിൻ്റെ ദൂതൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നീ ഇങ്ങനെ ജീവിച്ചാൽ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയുമോ എന്നൊരു സ്വയപരിശോധന നടത്തുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമാകട്ടെ. നിന്നെ ഒരു ദിവസം സന്ദർശിക്കും, അത് നിശ്ചയമാണ്. അല്ലെങ്കിൽ ഏലിയാവോ ഹാനോക്കോ ആകുവാൻ നമ്മളെ കൊണ്ടാകും എന്ന് വിശ്വസിക്കുന്നില്ല.
പ്രിയമുള്ളവരെ, ഈ രണ്ടാശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംഹാരകൻ നിനക്കെതിരെ കയറി വരുമ്പോൾ നീ എങ്ങനെ മീഖായേലിൻ്റെ ഭാഗത്തേക്ക് മാറ്റപ്പെടുവാൻ നിനക്കിടയാകും? അതിനുള്ള മാർഗങ്ങളാണ് പ്രവാചകൻ അടുത്ത ഭാഗത്ത് ഇവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്. നീ കോട്ട കാത്തുകൊള്ളുക. കോട്ട കാത്തുകൊള്ളുവാൻ ഇവിടെ നഹൂം പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഈ കോട്ടയ്ക്ക് വിള്ളലുണ്ടായാൽ അവിടെ സാത്താൻ കടക്കും. ആകയാൽ നിന്റെ കോട്ടയെ നീ ബലപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ വാചകത്തിലൂടെ നഹൂം പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത്. സഭയാകുന്ന കോട്ട, സ്ലീബായാകുന്ന കോട്ട, ഇതൊക്കെ നമ്മൾ പാടുന്നതാണ്. പരിശുദ്ധ പരമത്തിരുമേനിയുടെ മാധ്യസ്ഥമാകുന്ന കാവലും കോട്ടയും, അതുപോലെ തന്നെ കൂദാശകളാകുന്ന കോട്ട, വിശുദ്ധ കുർബാന അനുഭവമാകുന്ന പ്രത്യേകിച്ച് കോട്ട, ഇതൊക്കെയും സാത്താൻ നമ്മെ അടിമപ്പെടുത്തുന്നതിന് എതിരായി നിൽക്കുന്ന കോട്ടകളാണ്. ഈ കോട്ടയുടെ ആഴവും പരപ്പും വീതിയും നീളവും ഉയരവും കൂട്ടുവാൻ ഇതൊക്കെയും മുഖാന്തരമാക്കി തീർക്കട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു സ്വയപരിശോധന നടത്താം. ദൈവമേ, നിന്നോടുള്ള വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും എത്രമാത്രം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഈ സമയത്ത് നമുക്ക് ഇടയാകട്ടെ. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും അളക്കുവാൻ 2 പേർക്കേ കഴിയുകയുള്ളൂ. ഒന്ന് എനിക്കും, ഒന്ന് എൻ്റെ ദൈവത്തിനും. ചിലപ്പോൾ നീ ചിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ഉച്ചത്തിൽ പാടുമായിരിക്കാം, പ്രസംഗിക്കുമായിരിക്കാം, എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കാം. പക്ഷേ നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും, വിശ്വാസമാകുന്ന കോട്ടയുടെ ആഴവും പരപ്പും വിസ്തൃതി എത്രയുണ്ട് എന്ന് അളക്കുവാൻ നിനക്കിടയാകുമോ? അതൊരു പെരുന്നാളായി തീരട്ടെ. ഇതാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആധുനിക പെരുന്നാളുകൾ പലപ്പോഴും ആഘോഷത്തിമിർപ്പിൻ്റെ പെരുന്നാളാകുമ്പോൾ എന്തുകൊണ്ട് തിരിച്ച് നമുക്കൊന്ന് പോയിക്കൂടാ? വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും എന്തുകൊണ്ട് നമുക്ക് അളന്നുകൂടാ? ഒരു ദേവാലയത്തിൽ വികാരിയായിരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ പെരുന്നാളിൻ്റെ പൊതുയോഗം കൂടുവാൻ തക്കതന്മണ്ണം ഒരു വലിയ പള്ളിയാണ്, പേര് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, വലിയ പള്ളി ആയതുകൊണ്ട് എന്തൊക്കെയായിരിക്കും പ്രോഗ്രാം? ഞാൻ ഒത്തിരി പ്രോഗ്രാം അങ്ങോട്ട് പുതിയ പുതിയ ആശയങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതിലും വലിയ പ്രോഗ്രാം നടത്തുവാനായിരിക്കും അവർക്ക് ഇഷ്ടം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, അച്ചോ, ഞങ്ങളിതൊക്കെ നടത്തി ക്ഷീണിച്ചതാച്ചാ. ഒത്തിരി 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 ആഘോഷങ്ങളും വെടിക്കെട്ടുകളും മറ്റും നടത്തി ഞങ്ങൾ ക്ഷീണിച്ചവരാ. ഞങ്ങളുടെ പെരുന്നാൾ ഇതാണ് അച്ചോ. ഞങ്ങളെല്ലാവരും ഒരാഴ്ച ധ്യാനം, ഒരാഴ്ച നൊയമ്പാണ്. ആ നൊയമ്പിലൂടെ പള്ളിയിൽ ധ്യാനപ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട്. അതിനുശേഷം ഇടവക മുഴുവനായി ഞങ്ങൾ കുമ്പസാരിക്കും. കുമ്പസാരിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, അനുതാപത്തിൻ്റെ അനുഭവത്തിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ വികാരിയച്ഛൻ വിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കും. ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കും. അതിനുശേഷം ഒരു സ്നേഹഭോജ്യം, പള്ളിക്ക് ചുറ്റും ഭക്തി നിർഭരമായി മെഴുകുരി കത്തിച്ചു പിടിച്ചുകൊണ്ടൊരു റാസ. പ്രിയമുള്ളവരെ, ഞാൻ അവരുടെ മുന്നിൽ നാണിച്ചു പോയി. ഇതായിരിക്കട്ടെ നമ്മുടെ പെരുന്നാളുകൾ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മുടെ കോട്ടയുടെ ആഴവും പരപ്പും ഉയരവും എല്ലാം വിസ്തൃതമാക്കുവാൻ തക്കതന്മണ്ണം ഈ പെരുന്നാൾ മുഖാന്തരമാകട്ടെ. ഒരു ബാധയും നിന്റെ അടുക്കിലേക്ക് വരുവാൻ തക്കതന്മണ്ണം ഇടയാകരുത്. ഒരു വശത്ത് 1000 ഇന്ന് വൈകിട്ട് വായിച്ചതാണ് സൂത്താറ സങ്കീർത്തനത്തിൽ. ഒരു വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴട്ടെ. കാരണം എൻ്റെ കോട്ട അത്രമാത്രം ബലമുള്ളതാണ്. പരിശുദ്ധ പരമത്തിരുമേനിയുടെ വിശുദ്ധിയും നൊയമ്പാകുന്ന കോട്ട അങ്ങനെ പട്ടിക നിരത്തുവാൻ പോയാൽ തീരില്ലല്ലോ. ഇതിന് മൂലം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി അനേക ലക്ഷങ്ങൾക്ക് ഇന്ന് ശരണവും ആശ്രയവും കോട്ടയുമായി മാറുകയാണ്. എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? പലർക്കും പറ്റുന്നില്ല. ഒരു സ്വയപരിശോധന നടത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. വിശുദ്ധ മാമോദീസായിലൂടെ നെറ്റിയിൽ എത്രയോ പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്ര വെച്ച് നമ്മെ വിട്ടിരിക്കുകയാണ്. കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയെടുത്ത് അവിടെ സാത്താൻ കയറിയില്ല എന്നാണല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രം ഇസ്രായേലിൽ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ നെറ്റിയാകുന്ന കട്ടളപ്പടിമേലും ശരീരമാകുന്ന കുറുമ്പടിമേലും വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച്, സൈത്ത് ഉപയോഗിച്ച് തളിച്ച് വിശുദ്ധ പുരോഹിതൻ മാമോദീസായുടെ സമയത്ത് അഭിഷേകം ചെയ്യപ്പെട്ടവരാ. അവിടെ എങ്ങനെ സാത്താൻ കടന്നുകൂടി എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പല ഭവനങ്ങളിലും പല സ്ഥാപനങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും
കോട്ട തകർത്തുകൊണ്ട് സാത്താൻ കടന്നിട്ടില്ലേ സ്വയപരിശോധന നടത്തിക്കാട്ട്. അതായിരിക്കട്ടെ ഈ വർഷത്തെ മുഖ്യ ചിന്താ വിഷയം. ഈ പെരുന്നാൾ ഒരു ബാധയും ഒരു സാത്താനും എൻ്റെ ഭവനത്തിൽ കയറുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എൻ്റെ ഹൃദയത്തിൽ കയറുവാൻ എനിക്ക് ബലമുള്ളൊരു കോട്ടയുള്ളത് കൊണ്ട് ഒരു സാത്താനും എൻ്റെ മേൽ അധീശത്വം പാടില്ല എന്ന് നിശ്ചയദാർഢ്യം ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമലത്തിന് വേണ്ടി മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. സഭയുടെ കോട്ട വലുതാക്കട്ടെ. ഇടവകയുടെ കോട്ട വലുതാക്കട്ടെ. ഇടവക ജനങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സ്ഥാപനങ്ങളൊക്കെയും അവരുടെ കോട്ട വലുതാക്കിക്കൊണ്ട് സാത്താൻ്റെ പ്രവേശനം പരിപൂർണമായി അവിടെ നിന്ന് മുക്തമാക്കപ്പെടുവാൻ തക്കതിന് ഇടയാകുന്ന ഒരു പെരുന്നാളായി തീരുവാൻ കർത്താവ് ഈ പെരുന്നാളിന് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 2 വാക്യമാണ് നമ്മൾ വായിച്ചത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. കാത്തുകൊണ്ടേയിരിക്കണമേ. ഒരു ശകലമെങ്കിലും നമ്മളൊരു ഒരു ഒരു ഉദാസീനത കാണിച്ചാൽ അവിടെ 10 മടങ്ങ് ശക്തിയോടെ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അവിടെ അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ട് സാത്താന് വേണ്ടി കണ്ടാൽ അവിടെ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഒരു ആശയം കൂടി അത് നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രയോ നല്ല നല്ല മാതൃകാ ഭവനങ്ങളിൽ ഇന്ന് സാത്താൻ കുടികൊള്ളുന്നു. എത്രയോ നല്ല നല്ല വ്യക്തികളിൽ, നല്ലതായി ജീവിച്ച വ്യക്തികളിൽ ഇന്ന് സാത്താൻ കുടികൊള്ളുന്നു. ആകയാൽ ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ ഈ ധ്യാനം മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് നഹൂം പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത് പെരുന്നാളിന് വേണ്ടി വഴി സൂക്ഷിച്ചു നോക്കുക. നീ വഴി സൂക്ഷിച്ചു നോക്കുക. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. നീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതമാകുന്ന വഴിയെ നീ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, 3 വഴികളുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ടെൻസിൽ പറഞ്ഞാൽ മതി. പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഇന്നലെ വരെയും നടന്ന വഴി, അതൊരു വഴിയാണ്. നമ്മുടെ ജീവിതമാകുന്ന വഴിയിലൂടെ ഇന്നലെ വരെയും നടന്ന വഴികളിൽ പാപക്കുഴികളുണ്ടായിരുന്നുവോ, പാപച്ചെളിയുണ്ടായിരുന്നുവോ? സ്വയപരിശോധന നടത്തിക്കാട്ട്. ഇന്നലെ വരെയും നടന്ന വഴി പാപവഴി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പിന്തിരിയുവാൻ നമുക്ക് ഇടയാകണം. ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും നമുക്ക് മാത്രമേ ഉള്ളൂ. അച്ഛന്മാർക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജനങ്ങളുടെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ടതാണ്. അതാണല്ലോ വഴി സൂക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നതിൻ്റെ പര്യായം. കുമ്പസാരത്തിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഏത്? വഴി സൂക്ഷിച്ച് നോക്കുക. പുറകെ പോയ വഴികൾ, നടന്നുകൊണ്ടിരിക്കുന്ന വഴികൾ, നാളത്തേക്കൊരു വഴി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പാപവഴിയാണ്. ആ വഴിയും കൂടി നമ്മൾ ചിന്തിച്ചേ മതിയാകൂ. ഈ പെരുന്നാളിൽ 3 വഴികൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, വന്ന വഴി, നടന്നുകൊണ്ടിരിക്കുന്ന വഴി, നാളത്തേക്കുള്ള വഴി. അത് അപകടം പിടിച്ചതാണെങ്കിൽ, അത് പാപകരമാണെങ്കിൽ, വിദ്വാൻമാർ വന്ന വഴിയാണെങ്കിൽ വേറെ വഴി തിരിച്ചു പോകണം. കർത്താവിനെ കാണുവാൻ വന്ന വിദ്വാൻമാർ, രാജാക്കന്മാരുടെ വന്ന വഴി അപകടമായിരുന്നു. ചെന്നിരുന്നെങ്കിൽ അപകടം നടന്നേനെ. പക്ഷേ മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയപ്പോൾ, മാലാഖമാരുടെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചപ്പോൾ വേറെ വഴിയായി തിരിച്ചുപോയി. അതല്ലേ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്? വേറെ വഴിയായി തിരിച്ചു പോകുവാൻ നമുക്കിടയാകണം. ഈ പെരുന്നാൾ അതിനൊരു മുഖാന്തരമാകട്ടെ. പരിശുദ്ധ പരിമല തിരുമേനി തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. സങ്കീർത്തനം മുഴുവനും അതൊക്കെയാണല്ലോ പറഞ്ഞു തരുന്നത്. നീ നടക്കേണ്ടതായ പാത നിനക്ക് കാണിച്ചു തരും. നിന്റെ ഊടുവഴികൾക്ക് അവൻ പ്രകാശമാകും. പ്രിയമുള്ളവരെ, പാപകരമായ വഴികളിൽ നടക്കുന്നുവെങ്കിൽ ഒന്ന് പിന്തിരിയുവാൻ തക്കതിന് ഈ പെരുന്നാൾ മുഖാന്തരമാകട്ടെ. ഓരോ പെരുന്നാളുകൾ കഴിയും തോറും പടവുകൾ ചവിട്ടുവാൻ, വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. വഴി നീ സൂക്ഷിച്ചു നോക്കുക. ഈ പെരുന്നാളിൽ എത്രയോ പേർ നൊയമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഒരു കുമ്പസാരം നടത്തുവാൻ എന്തേ മനസ്സില്ല? സത്യകുമ്പസാരം നടത്തുവാൻ നമുക്കിടയാകണം. കുമ്പസാരം നിന്നു പോകുന്നു. സഭയിൽ അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകുന്നു, കുടുംബങ്ങളിൽ അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകുന്നു, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങളിൽ പ്രയാസമുണ്ടാകുന്നു. ഇന്ന് ഹൂസോയോ കൊണ്ട് ഒരു ബൈപ്പാസ് പോലെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് തീർച്ചയായിട്ടും നല്ലതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആകയാൽ ഒരു സത്യകുമ്പസാരം നടത്തുവാൻ
എല്ലാ പാപങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്, എല്ലാ പാപങ്ങളെയും ദൈവസന്നിധിയിൽ സത്യമായിട്ട് വന്യ പുരോഹിതനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, പുരോഹിതനോടല്ലല്ലോ അത് പറയുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെയും പറയാറുണ്ട്, അച്ഛൻ 3 വർഷം ഞങ്ങളുടെ പള്ളിയിലിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ മുഖത്ത് പിന്നെ എങ്ങനെയാണ് നോക്കുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ വിശ്വസിക്കണം. സത്യകുംഭസാരം ഒരു കുംഭസാര പിതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ കുംഭസാര പിതാവ് ആ കുംഭസാര പിതാവിനോട് പോലും പറയാൻ പാടില്ല, ദൈവത്തോടാണ് പറയേണ്ടുന്നത്. ജോൺ വർഗീസ് അച്ഛൻ്റെ അടുത്ത് കുംഭസാരിച്ചാൽ ജോൺ വർഗീസ് അച്ഛനോട് പറയരുത്, അച്ഛനോട് പോലും പറയരുത്, ദൈവത്തോട് ആ സമയത്ത് പറയണം. അതാണല്ലോ മാധ്യസ്ഥനായിട്ട് അവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ പേടി മാറ്റിക്കൊണ്ട് വഴി സൂക്ഷിച്ചു നോക്കി സഭ മുഴുവനായി ഒരു കുംഭസാരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, സഭ വിശുദ്ധമാകും, സഭയുടെ എല്ലാ പ്രയാസങ്ങളും മാറും. യാതൊരു സംശയമില്ല. ഇന്ന് കാണുന്ന എല്ലാ പ്രതിസന്ധികളും സഭയുടെ വിശുദ്ധി കൊണ്ട് മാറും, അതിന് യാതൊരു സംശയമില്ല. സഭ വിശുദ്ധമാണ്. സഭയിലെ എല്ലാ വിശ്വാസികളും വിശുദ്ധിയുടെ നിറവിലേക്ക് വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ സഭയും ആഗ്രഹിക്കുന്നത്. ആകയാൽ നീ വഴി സൂക്ഷിച്ചു നോക്കുക. ഒരാശയം കൂടി പെട്ടെന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മളെ വഴി നടത്തിയവരെ കൂടി നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ടതാണ്. നാം ഇന്ന് ആരായി തീർന്നു? ഇന്ന് ഞാൻ ആരായി? 10 വർഷം മുമ്പ് ഞാൻ ആരായിരുന്നു? അതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിക്കണം. ദൈവമേ, എന്നെ ഞാനാക്കിയവൻ, അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ. ലൗകിക പ്രകാരം നമ്മെ വഴി നടത്തിയവരെ നമ്മളിന്ന് മറന്നു കളയുന്നു. ഇതൊരു സത്യമല്ലേ? ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിക്കാട്ട്. നമ്മെ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ ഉന്നതമായ പദവികളിലേക്ക് നടത്തിയ ദൈവത്തെ, അല്ലെങ്കിൽ നമ്മെ വഴി നടത്തിയ പിതാക്കന്മാരെയും മാതാക്കളെയും സഹായിച്ചവരെയും മറന്നു കളയുന്നൊരു തലമുറ കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഭ ഇന്ന് നിർബന്ധിതനായിരിക്കുകയാണ് ഭദ്രാസന കേന്ദ്രങ്ങളിൽ വൃത്തസദനങ്ങൾ പണിയുവാൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, അത് പറയേണ്ടുന്ന കാര്യവുമില്ല. ആ ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കുകയാണ്. അടുത്ത സ്ഥലത്ത് 90 വയസ്സുള്ള ഒരു വൃദ്ധപിതാവിനെ നോക്കുവാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ പിടിച്ചിറക്കി വിട്ട ഏത് സഭയാണെന്ന് പറയുന്നില്ല, നമുക്ക് പ്രയാസമുണ്ടാകും. പ്രിയമുള്ളവരെ, ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആൾ പറയുന്നതിന് നാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിഷമിക്കേണ്ട ഗതികേടാണല്ലോ കർത്താവേ. വഴി നടത്തിയവരെ മറക്കുന്ന, വഴി നടത്തിയവരെ ഉപേക്ഷിക്കുന്ന, വഴി നടത്തിയവരോട് യാതൊരു നന്ദിയും കാണിക്കാത്തൊരു തലമുറകൾ നടന്നു വരുമ്പോൾ ഈ പെരുന്നാളിൻ്റെ സന്ദേശം അതായിരിക്കട്ടെ. എന്നെ വഴി നടത്തിയവരെ, നീ പണ്ടാരായിരുന്നു, ഇന്ന് നീ ആരായി? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നീ എന്തേ മറന്നു? നഹൂം പ്രവാചകൻ നിരവധിക്കാരോട് ചോദിക്കുന്നത്, എങ്കിലും ഈ ചോദ്യം എന്നോടും നിങ്ങളോടുമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വഴി സൂക്ഷിച്ചു നോക്കുക. ഒന്ന്, ജീവിതമാകുന്ന വഴിയിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുക. പാപമയമാണെങ്കിൽ പിന്മാറണമേ, പിന്മാറണമേ. നഹൂം പ്രവാചകൻ ശക്തമായിട്ടെന്ന് പറയുകയാണ്. വഴി നടത്തിയവരെ ഓർക്കുക. സമയം പോകുന്നതിനാൽ അടുത്ത വാചകത്തിലേക്ക് കയറി പ്രസംഗം അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉണ്ടല്ലോ. അരമുറുക്കുക എന്നൊരാശയം ഇവിടെ കൊടുക്കുന്നു. അരമുറുക്കുക എന്നൊരാശയമാണല്ലോ അടുത്ത വാചകത്തിൽ ഓർപ്പിക്കുന്നത്. മലയാളത്തിൽ നല്ല അർത്ഥമുള്ള ഒരു വാക്യമാണ്. ആധുനിക തലമുറയ്ക്ക് അത്ര സൂഹിക്കത്തില്ല എങ്കിലും പഴയ ഭാഷയിൽ അരമുറുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. ബി വിജിൽ, ബി റെഡി എന്നൊരർത്ഥമാണ്. എൻ്റെ കർത്താവ് ഏത് സമയത്ത് വന്നാലും അവനെ എതിരേൽക്കുവാൻ തക്കതിൻവണ്ണം ദൈവമേ ഞാൻ യോഗ്യനായിരിക്കുന്നു. അതാണ് അരമുറുക്കുക എന്നതുകൊണ്ട് നഹൂം പ്രവാചകൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. നീ ഒരുക്കമുള്ളവനാണോ നീ ആരായാലും എങ്കിൽ നിനക്കകത്ത് പ്രവേശിക്കാം, അല്ല എങ്കിൽ നിനക്ക് വെളിയിൽ. ബുദ്ധിയുള്ള കന്യകമാരുടെയും ബുദ്ധിയില്ലാത്ത കന്യകമാരുടെയും ഉപമ നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നല്ല ഒരുക്കമുള്ളവരായി ഏത് സമയത്ത് കർത്താവ് വന്നാലും പരിശുദ്ധ പരമല തിരുമേനി ആ സമയം ചോദിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കുവാൻ തക്കതിൻവണ്ണം വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പോലെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് ആരാധിക്കുന്നവരുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കതിൻവണ്ണം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ ലാഭമെന്നെണ്ണുവാൻ ഒരുക്കമുള്ളവനായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്.
ആകയാൽ അരമുറുക്കുക എന്നതുകൊണ്ട് നഹൂം പ്രവാചകൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യത്തിലൂടെ നമ്മിൽ ഇടയാകുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. പിന്നീടാകട്ടെ, അല്പസമയം കഴിയട്ടെ, അടുത്ത വർഷമാകട്ടെ, അടുത്ത പെരുന്നാളാകട്ടെ, എന്നോ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിനക്കകത്ത് പ്രവേശിക്കാം. ഒരു ചെറിയ സംഭവം കൂടി അങ്ങ് പറഞ്ഞു കൊള്ളട്ടെ. ഒരു ക്രിസ്മസിൻ്റെ കാലയളവിൽ ഞാൻ കേരളത്തിൽ വെളിയിലായിരുന്നു കൂടുതലും ശുശ്രൂഷിച്ചിരുന്നത്. അവിടെയുള്ളൊരു പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം വളരെ വലുതാണ്. മറ്റുള്ള കൾച്ചറൽ പ്രോഗ്രാംസും കാണും. എനിക്കൊത്തിരി സന്തോഷം അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സൺഡേ സ്കൂളുകളെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസിൻ്റെ പ്രോഗ്രാമുകളൊക്കെയും കൊടുത്തു. ക്രിസ്മസുമായിട്ട് നേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ്. അപ്പോൾ പ്രോഗ്രാം നല്ലതാകുന്നു എന്ന് കണ്ടപ്പോൾ അവിടുത്തെ യുവതീ സമാജത്തിലെ കുറച്ച് കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് കൂടി ഒരു പ്രോഗ്രാം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നല്ല കുഞ്ഞുങ്ങൾ, ഒരു 10-12 പേരുണ്ട്. അപ്പോഴത്തേക്കും മിക്കവാറും എല്ലാ പ്രോഗ്രാമും ഞാൻ ഉണ്ടാക്കിയതൊക്കെയും തീർന്നു പോയി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് തരാം. ഒരു കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണല്ലോ, കന്യകമാരുടെ ഉപമ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. അതിൽ 11 പേര് വേണം, ഒരാൾ യേശുവിനെ ഞാൻ കണ്ടുപിടിച്ചു. നല്ലൊരു പെൺകുട്ടി, കുഴപ്പമില്ല, താടിയൊക്കെ വെച്ചാൽ യേശുവിനെ പോലെ ഇരിക്കും. രണ്ടാമതായിട്ട് 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. 5 പേർ ബുദ്ധിയുള്ളവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ 10 പേര് ഇങ്ങ് വന്നു. ആർക്കും ബുദ്ധിയില്ലാത്തവരായി തീരുവാൻ ഒരു സന്തോഷമില്ല. അവസാനം മുഖത്ത് നോക്കി പറഞ്ഞുണ്ടല്ലോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ 5 പേരെ കണ്ടുപിടിച്ചു. ഇത് ഒരു നാടകമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ 5 പേരെ സമ്മതിപ്പിച്ചു. പ്രോഗ്രാം ആരംഭിച്ചു. സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. മണവാളൻ യേശു തമ്പുരാൻ കൈയൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ആക്കി വരികയാണ്. ആ സമയത്ത് ഈ 5 പേർ അങ്ങോട്ട് ചെറിയൊരു നൃത്തം പോലെ ചെയ്ത്, നമ്മുടെ ശ്രീബാ നമസ്കാരത്തിലെ 5 കന്യകമാരുടെ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പാടി അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ഞാനവിടെ പഠിപ്പിച്ചത്, ഈ കർത്താവ് വരുമ്പോൾ ഈ 5 കന്യകമാരെ നിങ്ങൾ പുറത്താക്കണം. അവർ ചോദിക്കുമല്ലോ, എണ്ണയൊക്കെ ചോദിക്കുമ്പോൾ അവരെ അങ്ങനെ പുറത്താക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതിലൊക്കെ ഉപരിയായിട്ട് ഈ ബുദ്ധിയുള്ള മിടുക്കികൾ ഈ 5 പേരെ പിടിച്ചു തള്ളിക്കളഞ്ഞു. അവർ ചോദിച്ചപ്പോൾ തള്ളാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷേ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു തെള്ളുന്ന, അവർ വീഴുന്നത്. പക്ഷേ ഒറിജിനാലിറ്റി തോന്നിച്ചു. ബുദ്ധിയുള്ള 5 കന്യകമാർ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നൊരു പാട്ട് CD-ക്കകത്ത് ഇട്ട് കൊടുത്തു. ഇവർ ചെറിയൊരു ഡാൻസോട് കൂടി നൃത്തം ചെയ്ത്, കയ്യിലൊരു പഴയ മണ്ണെണ്ണ വിളക്കുണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ തിരിക്കുന്ന, ഈ കാറ്റടിച്ചാൽ പോകാത്ത സൈസ്, ഇങ്ങനെ അവർ തിരിച്ച് ഭംഗിയായിട്ട് കത്തിച്ച് മറ്റേ കന്യകമാർ കരഞ്ഞു വിളിച്ച് പോയി. ഈ പുതിയ ബുദ്ധിയുള്ള കന്യകമാർ ഇങ്ങനെ നൃത്തം ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഒരബദ്ധം പറ്റിപ്പോയി. ഓഡിറ്റോറിയത്തിൽ നിറച്ച് ഫാനായിരുന്നു. ഇവരൊരു ഫാനിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ മുന്നേ പോയ മിടുക്കിയുടെ വിളക്കം കെട്ടുപോയി. ഈ ബുദ്ധിയുള്ള മിടുക്കി അത് തെളിയിക്കുവാൻ വേണ്ടി ബുദ്ധിയുള്ളവരുടെ അടുത്തേക്ക്, മറ്റുള്ള 4 പേരുടെ അടുത്തേക്ക് പോകും. അവരും കൊടുക്കത്തില്ല, അവരിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുക, അവരുടെ കെട്ടുപോകും. ഈ കൊച്ചു നോക്കി ആരും സഹായിക്കാനില്ല. ഇവർ മിടുക്കിയായതുകൊണ്ടായിരിക്കാം എല്ലാവരും ചിരിച്ചു, ഉച്ചത്തിൽ ചിരിച്ചു. ആ ഹോള് മുഴുവനും ചിരി. കാരണം ഇവിടെ ഈ വിഭ്രമം കണ്ടപ്പോൾ, ഇവിടെ ഈ മുഖത്തെ പ്രയാസം കണ്ടപ്പോൾ, അവസാനം ഞാൻ പിന്നെ പാനൽ ഓഫ് ചെയ്തിപ്പിച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. പക്ഷേ അതിന് മുമ്പ് ഈ കൊച്ചു ഉച്ചത്തിൽ അങ്ങ് കരയുകയാണ്. ഉച്ചത്തിൽ കരയുകയാണ്. ഇതിന് കാരണം എല്ലാവരും ചിരിക്കുന്നു. മണവാളന് അടുത്ത് വന്നു, ഇതിനെ പുറന്തള്ളുമെന്നൊരു സംശയം. ഞാൻ പിന്നെ പോയി കത്തിച്ചു കൊടുത്തു, അതിനെ രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ പിടിച്ചു തള്ളിവിട്ട കുഞ്ഞുങ്ങൾ പിന്നെ കർത്താവിൻ്റെ പ്രഭോ എന്ന് പറഞ്ഞ് അടുത്ത് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഈ കരച്ചിലിൻ്റെ 10 ഇരട്ടി ശബ്ദമായിരുന്നു ഈ ബുദ്ധിയുള്ള കന്യകയുടെ വിളക്ക് കെട്ടപ്പോൾ അവിടെ ഉണ്ടായ ശബ്ദം. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടുന്നതായ ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആരായാലും, എത്ര ഉന്നതരായാലും, നിന്റെ കയ്യിൽ എണ്ണയുണ്ടോ, വിളക്കുണ്ടോ, അത് പ്രകാശിതമാണോ, മണവാട്ടിയുടെ വേഷം നിനക്കുണ്ടോ, നിനക്കകത്ത് പ്രവേശിക്കാം. അല്ല എങ്കിൽ നീ ഔട്ടാ, യാതൊരു സംശയമില്ല. അവിടെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. ആകയാൽ പ്രിയമുള്ളവരെ, അരമുറുക്കി ഇരിക്കുന്ന ഒരനുഭവം, ഒരുങ്ങിയിരിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടാകട്ടെ. പരിശുദ്ധ പരമന തിരുമേനി, അത് ചരിത്രം പഠിക്കുമ്പോൾ തന്നെ അറിയാം, വേറെ ആശയത്തിലാണെങ്കിലും ഇടക്കെട്ട് മുറുക്കി കെട്ടിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ കേൾക്കുകയാണ്. ആകയാൽ അരമുറുക്കിയുള്ള വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ പുറപ്പെടുവാൻ, നീ ഒരുങ്ങിയിരിക്കുവാൻ ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു ഭാഗം കൂടി പറഞ്ഞ ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ഈ പെരുന്നാൾ ഒരു ശക്തി ഉണ്ടാകുന്ന അനുഭവമായിരിക്കട്ടെ. ഈ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും, പദയാത്രകൾ കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ശക്തിയുടെ അനുഭവം. ശാരീരികമായ ക്ഷീണമുണ്ടായാലും, അടുത്ത വർഷം വരികയില്ല എന്ന് നടക്കുമ്പോഴൊക്കെ ചിലർ പറഞ്ഞാൽ പോലും
പക്ഷേ അടുത്ത വർഷമാകുമ്പോൾ താനെ സടകുടഞ്ഞ് എഴുന്നേറ്റങ്ങ് വരികയാണ്. എന്താണ് അതിൻ്റെ ശക്തി? പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ്. ഇവിടെ നിന്ന് കോരിയെടുത്ത കൃപകൾ നമുക്ക് ആവോളം അനുഭവിച്ചത് കൊണ്ട് അടുത്ത വർഷവും വരുവാൻ എത്ര ദൂരെ നിന്നാണ് എങ്കിലും ആളുകൾ ഇവിടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ശക്തീകരണത്തിൻ്റെ പെരുന്നാളായി മാറട്ടെ. ഓരോ കുർബാന അനുഭവവും, ഓരോ കൂദാശാനുഷ്ഠാനങ്ങളും, ഓരോ നൊയമ്പും മറ്റുള്ള ജീവിതക്രമങ്ങളും നമ്മളെ ശക്തീകരിക്കുവാൻ സംഗതിയാക്കട്ടെ. എന്തുകൊണ്ട് ശക്തി ക്ഷയിച്ചു പോകുന്നു എന്ന് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ കുർബാന അനുഭവത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യണമേ. അതാണ് പൗലോസ് ശ്ലീഹായും നമ്മെ ഓർപ്പിച്ചത്. നല്ലവണ്ണം ശക്തീകരിക്കുന്ന ഒരു ശാക്തീകരണത്തിൻ്റെ സഭയായി, ശക്തിയുള്ള സഭയായി, സഭയിലെ ജനങ്ങളായി, ഇടവകകളായി, കുടുംബങ്ങളായി, വ്യക്തികളായി തീരുവാൻ നഹൂം പ്രവാചകൻ നിനിവേക്കാരോട് ഓർപ്പിച്ചതെങ്കിലും എന്നോടും നാം ഓരോരുത്തരോടും കർത്താവ് നഹൂം പ്രവാചനത്തിലൂടെ ഇന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ വാക്യം നമ്മൾ കാണാതെ പഠിക്കണം. 4 കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു. എപ്പോഴും ഒരു വിശ്വാസി തൻ്റെ മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കേണ്ടവരാണ്. സംഹാരകൻ ഇതാ നിനക്കെതിരെ കയറി വരുന്നു എന്ന് കേട്ടപ്പോൾ നഹൂം പ്രവാചകൻ ദൈവാത്മാവിൽ നമ്മോടിന്ന് സംസാരിച്ചത് ഇങ്ങനെയാകുന്നുവല്ലോ: നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർക്കുക, നിന്റെ അഹങ്കാരം നീ കുറയ്ക്കുക, നീ എന്തിനു ഞെളിയുന്നു, എന്തിനു നീ അഹങ്കരിക്കുന്നു, ഇതൊന്നും നിന്നെ സന്തോഷിപ്പിക്കുവാനോ അപ്പുറത്തേക്ക് പോകുവാനോ കഴിയുന്നില്ല എന്നൊരു പാഠം ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്, പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. ആകയാൽ മരണത്തിൻ്റെ ദൂതൻ കടന്നു വരുമ്പോൾ മോശ മിഖായേലിൻ്റെ ഭാഗത്തേക്ക് മാറ്റപ്പെട്ടതുപോലെ, പരിശുദ്ധ പരമര തിരുമേനി ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റപ്പെട്ടതുപോലെ നാമും മാറ്റപ്പെടുവാൻ കർത്താവ് നമുക്ക് സംഗതിയാക്കട്ടെ. അതാണ് ഒന്നാമത്തെ ആശയം കേട്ടത്. രണ്ടാമത്തെ ആശയത്തിലൂടെ ഈ സംഹാര താണ്ഡവമാടുന്ന ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുവാനോ, ആരാധനയെ കാർന്നു തിന്നുവാനോ, നമ്മുടെ കൂദാശകളെ കാർന്നു തിന്നുവാനോ, വിശ്വാസ സത്യങ്ങളെ കാർന്നു തിന്നുവാനോ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കുടുംബമാഹാത്മ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ പൈതൃകമായി ലഭിച്ചിരിക്കുന്ന അനേകം കാര്യങ്ങൾ, നമ്മുടെ ഭാഷ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ഭക്ഷണക്രമമൊക്കെ ഒത്തിരി മാറിപ്പോയല്ലോ. അങ്ങനെ തന്നെ ഭാഷ, എല്ലാം ഏതോ സംസ്കാരം വന്നിട്ട് ഇന്ന് സംഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടുവാനും കൂടി സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരണ്ടതുപോലെ വിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ നമ്മൾ അഭിഷിക്തരാണ്. ഒരു സാത്താനും കടന്നു വരാതിരിക്കത്തക്കതിന്മണ്ണം നമ്മെ ബലപ്പെടുത്തുവാൻ കോട്ട കാത്തുകൊള്ളുക എന്ന് നഹൂം പ്രവാചകൻ നമ്മെ ഓർപ്പിച്ചു. വിശ്വാസമാകുന്ന നമ്മുടെ കോട്ട, സ്ലീബായാകുന്ന കോട്ട, സഭയാകുന്ന കോട്ട ഇഷ്ടം പോലെ പൂരിപ്പിക്കുവാനുണ്ട്. നൊയമ്പൊക്കെയും അതിൻ്റെ കോട്ടകളാകുന്നുവല്ലോ. ഈ കോട്ടയെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ പരമര തിരുമേനി നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നൊയമ്പനുഷ്ഠാനത്തിലൂടെ ശരീരം സ്ഥൂലിച്ചുവെങ്കിലും തൻ്റെ ആത്മാവ് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അതിൻ്റെ വണ്ണം നമുക്ക് അളക്കുവാൻ പറ്റുകയില്ല. പരിശുദ്ധ പരമര തിരുമേനിയുടെ മനോഹരമായ ചിത്രമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലം ചെയ്തപ്പോൾ എടുത്തൊരു ചിത്രം ഇവിടെ ഉണ്ടല്ലോ, അത് പലർക്കും നോക്കുവാൻ പോലും പ്രയാസമാണ്. അത്രമാത്രം സ്ഥൂലിച്ചു പോയി. എങ്ങനെ? കോട്ടയെ ബലപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് അനേക ലക്ഷങ്ങൾ ഈ കബറിടത്തിലേക്ക് കടന്നു വരുന്നത്. കോട്ടയെ ബലപ്പെടുത്തുക. നിന്റെ കോട്ടയെ നീ കാത്തുകൊണ്ടേയിരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ കേട്ടത് വഴി സൂക്ഷിച്ചു നോക്കുക. വന്ന വഴി, നടന്നുകൊണ്ടിരിക്കുന്ന വഴി, നാളത്തേക്ക് ചില വഴികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാപകരമാണെങ്കിൽ നീ ഉപേക്ഷിച്ചേ മതിയാകൂ. നീ കുഴിയിൽ ചെന്ന് ചാടുമേ, നിന്നെ സാത്താൻ പാപക്കുഴിയിൽ കൊണ്ട് ചാടിക്കുമേ, നീ ആരായാലും. ആകയാൽ വന്ന വഴികളിൽ പാപമുണ്ടെങ്കിൽ പിന്തിരിയുവാനും, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ പാപമുണ്ടെങ്കിൽ പിന്തിരിയുവാനും, നാളത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന വഴികളിൽ പാപക്കുഴികൾ, പാപചതിക്കുഴികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി പിന്മാറുവാനും നഹൂം പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെട്ടു. അരമുറുക്കുക എന്ന് നമ്മൾ കേട്ടു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു സഭയാണ് ക്രിസ്തീയ സഭ. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മരിക്കുമ്പോഴും മുഖം ദർശനമായി കിഴക്കോട്ട് അഭിമുഖമായി കിടത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്ത് വന്നാലും അവനെ എതിരേൽക്കുവാൻ തക്കതിന് ഒരുങ്ങിയിരിക്കുന്ന ഈ സഭ, അങ്ങനെ ഒരുങ്ങിയിരിക്കുവാൻ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ, വിശുദ്ധന്മാരെ പോലെ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ പരമര തിരുമേനിയെ പോലെ അരമുറുക്കി ഒരുങ്ങിയിരിക്കുന്ന ഒരനുഭവം
അവസാനമായി നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ഈ പെരുന്നാൾ എൻ്റെ ജീവിതത്തിൽ ഒരു പെരിയ നാളായിട്ട് മാറട്ടെ. പെരുന്നാൾ തമിഴ് വാക്കിൽ നിന്നുണ്ടായതാണ്, പെരിയ നാൾ. ഈ പെരിയ നാളായി തീരുവാൻ എങ്ങനെ വലിയ ദിവസമാകണം? മറ്റുള്ള ലൗകികമായിരിക്കുന്ന ഉന്നതി അല്ല പ്രിയമുള്ളവരെ. ആത്മീകമായി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാനസാന്തരമുണ്ടായാൽ, ആത്മീകമായി എനിക്കൊരു അനുഭവമുണ്ടായാൽ, ഇത് നിൻ്റെ ജീവിതത്തിൽ വലിയ ദിവസമാകും. അങ്ങനെ വലിയ ദിവസമായി കടന്നുപോയ പരിശുദ്ധൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. ദൈവമേ, ദൈവമേ, ഈ പെരുന്നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകണമേ. പാപത്തിൽ നിന്ന് പരിപൂർണമായി മാറിക്കൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ വിത്തുകളായി തീരുവാൻ തക്കതിന്മണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ ഇടവകകൾ, ഞങ്ങളുടെ സമൂഹങ്ങൾ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സംസ്ഥാനം, രാജ്യം, ഇതെല്ലാം ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് ജീവിത വിശുദ്ധിയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പെരുന്നാൾ അതിന് മുഖാന്തരമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ അതിനെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയും നേരം വളരെ ശാന്തമായി, വളരെ ഭയഭക്തിയോടുകൂടി ദൈവത്തിൻ്റെ വിലയേറിയ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം 30, 60, 100 മേനിയായി നമ്മുടെ ഹൃദയത്തിൽ വിളയുവാൻ തക്കതിവണ്ണം കർത്താവ് സംഗതിയാക്കട്ടെ. വളരെ സ്നേഹത്തോടെ ഈ പ്രസംഗത്തിൽ സംബന്ധിച്ച് എന്നെ അനുഗ്രഹിച്ച അഭിയുന്ന ദേവദൂസ്ത്രീയുടെ പ്രത്യേകമായ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇതിനെ എന്നെ അനുവദിച്ച ബഹുമാനപ്പെട്ട റംബാച്ചിനോടും ഇവിടുത്തെ ചുമതലക്കാരോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ തുമ്പമൺ കത്തീഡ്രലിൽ വയലിൻ പടിഞ്ഞാറ് അവിടുത്തെ ഇടവകയിൽ അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.